ബേസിസിൽ ഞങ്ങൾക്ക് ക്ലാസ്സിൽ എക്സാം എടുക്കും. അത് പോയിൻ്റ് വൈസ് ആയിരിക്കും. ആ പോയിന്റിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് മാർക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റീവർക്ക് എന്ന് പറയും. അത് 1 വീക്കിനുള്ളിൽ ഞങ്ങൾ വന്നത് ക്ലിയർ ചെയ്യണം. പിന്നെ ഫസ്റ്റ് ഇയേഴ്സിൽ ഞങ്ങൾക്ക് സർജറീസ് ലൈവായിട്ട് കാണിച്ചു തരും. ഹാർട്ട് സർജറിയും ഇൻറ്റസ്റ്റൈൻ സർജറീസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരും. തേർഡ് ഇയറിൽ കഴിയുമ്പോൾ തേർഡ് ഇയർ മുതൽ ഞങ്ങൾക്ക് ഓരോ ഹോസ്പിറ്റൽസിലായിരിക്കും ക്ലാസ്. ആ ഹോസ്പിറ്റൽസിൽ പോകാനുള്ള ട്രാൻസ്പോർട്ട് വളരെ ചീപ്പാണ്. യൂണിവേഴ്സിറ്റിയിൽ കുറേ മെഡിക്കൽ കോൺഫറൻസുകൾ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്യൂച്ചർ കരിയറിന് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഉസ്ബെക്കി ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷിലാണ് അവർ ക്ലാസ് എടുക്കുന്നത്. ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും, നല്ലോണം ക്യാച്ച് ചെയ്യാൻ പറ്റും അവരുടെ ഇംഗ്ലീഷ്. പിന്നെ കൂടാതെ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ഇവിടെ ഗസ്റ്റ് ലെക്ചേഴ്സായിട്ട് വരാറുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ഒരു ഫ്രീ ഫീലിംഗ് ഉണ്ടാകും. ഇന്ത്യൻ സിലബസ് തന്നെ നമുക്ക് ഇന്ത്യൻ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കോഴ്സ് നമുക്ക് ട്രെയിനിങ് കിട്ടുമ്പോൾ പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് FMGൻ്റെ ട്രെയിനിങ്ങും തരാറുണ്ട്. അത് ഞങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യും FMG പാസ് ചെയ്യാൻ വേണ്ടി. ക്ലാസ്സസ് ഒക്കെ ഡിജിറ്റലൈസ്ഡ് ആണ്. പ്രൊജക്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവർ പഠിപ്പിക്കുമ്പോൾ അത് നല്ലോണം മനസ്സിലാവുന്നുണ്ട്, പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് വരുമ്പോൾ നോർമലി എല്ലാവരും പോലെ തന്നെ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സിലബസ് എങ്ങനെ ആയിരിക്കും, ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ, ക്ലാസ്സസ് എങ്ങനെ ആയിരിക്കും എന്ന്. പക്ഷെ ഇവിടെ വന്ന് കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ ആ ടെൻഷനൊക്കെ മാറി കിട്ടി. സിലബസ് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി. അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡോക്ടർ ആവാന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പം ഞങ്ങൾക്കുണ്ട്. NMCയുടെ റൂൾ അനുസരിച്ചാണ് ഇവിടെ സ്റ്റഡീസ് ഒക്കെ പോകുന്നത്. പിന്നെ 5 ഇയേഴ്സ് കോഴ്സാണ്, 1 ഇയർ ഹൗസ് സർജൻസി. ഇത് കഴിഞ്ഞിട്ട് നാട്ടിൽ ചെന്നിട്ട് FMG എക്സാം എഴുതാൻ പറ്റും.
ഇന്ന് രാത്രി ഇവിടെ മട്ടൻ ബിരിയാണിയാണ് കേരള സ്റ്റൈല്. പിന്നെ നാളെ ഇന്ത്യൻ ഫുഡ്, കാലത്ത് ആലു പൊറോട്ട സബ്ജി, പിറ്റേ ദിവസം പനീർ പൊറോട്ട സബ്ജി, പിന്നെ ഉച്ചക്ക് സാമ്പാർ, പിന്നെ തോരൻ, റൈസ്, റൊട്ടി. പിന്നെ ആഴ്ചയിലൊരു ദിവസം കേരള പൊറോട്ട, കടായി ചിക്കൻ, പിന്നെയുള്ള ദിവസങ്ങളിൽ ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി ഉണ്ടാവും. പിന്നെ ചിക്കൻ പുലാവ്, ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ്. ഇത് നാട്ടിൽ വിളിക്കുന്നത്. പിന്നെ ഞാൻ നാട്ടിൽ മലപ്പുറമാണ്. പിന്നെ എൻ്റെ പ്രധാന ഭക്ഷണം കേരള സ്റ്റൈൽ ഭക്ഷണമാണ്. പിന്നെ ഇന്ത്യൻ ഫുഡ് ഫുള്ളായിട്ടുണ്ട് ഇവിടെ. നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും എല്ലാ ഫുഡും ഇവിടെ കിട്ടും. എല്ലാ ഞായറാഴ്ചയും മട്ടൻ ബിരിയാണി,